വഴിക്കെടുക്കാം. ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് സുനിൽ ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, നെല്ലിയാമ്പതിയിലേക്കൊന്ന് പോകണ്ടേ, വേഴാമ്പലുകളുടെ നെസ്റ്റിംഗ് സീസൺ ആണല്ലോ. പിന്നെ പ്ലാനിങ് ഒക്കെ ഷടപടയെന്ന് നടന്നു. അബിയും രാജേഷും കൂടെ കൂടാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഫ്രണ്ടും സ്ഥിരം നെല്ലിയാമ്പതി സന്ദർശകനുമായിട്ടുള്ള ജോൺസും റോയും കൂടെ കൂട്ടി. കൊടുങ്ങല്ലൂരിനടുത്തുള്ള അബിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് നെല്ലിയാമ്പതിയിലേക്ക് കയറുമ്പോഴുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വേണം പോകാൻ. രാവിലെ 7 മുതൽ വൈകിട്ട് 3 വരെയാണ് ഇവിടെ എൻട്രി അനുവദിച്ചിട്ടുള്ളത്. അഥവാ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് അവിടെ നിന്ന് ഇൻഫർമേഷൻ ഇവിടെ പാസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ 3 മണിക്ക് ശേഷം അകത്തേക്ക് കയറ്റി വിടത്തുള്ളൂ. വൈൽഡ് ആനിമൽസിൻ്റെ ആക്ടിവിറ്റി നല്ലതുപോലെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളത്. ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല കേട്ടോ. നെല്ലിയാമ്പതി ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 55 കിലോമീറ്ററാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള ദൂരം. ഇത് ഫോറസ്റ്റ് റിസർവിനകത്ത് വരുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. പോത്തുണ്ടി ഡാം, സീതാർകുണ്ട് വാട്ടർഫാൾസ് പോലെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉള്ളൊരു സ്ഥലമാണെങ്കിലും വൈൽഡ് ലൈഫ് ആക്ടിവിറ്റി ഒരുപാടുള്ളൊരു സ്ഥലമായതുകൊണ്ട് കാടിനോടും വന്യമൃഗങ്ങളോടും സ്നേഹമുള്ള ആൾക്കാരുടെയും അതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് നെല്ലിയാമ്പതി. നെല്ലിയാമ്പതിക്ക് ഏറ്റവും അടുത്തായിട്ട് സിറ്റി എന്ന് പറയാൻ പറ്റുന്നത് നെന്മാറയും കൊല്ലങ്കോടുമാണ്. കേരളത്തിലും പുറത്തും ഫേമസ് ആയിട്ടുള്ളൊരു തേയില ബ്രാൻഡാണ് AVT. AV തോമസ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിൻ്റെ ചുരുക്കപ്പേരാണ് AVT. ഈ AV തോമസ് ഗ്രൂപ്പിൻ്റെയാണ് ഇവിടെ കാണുന്ന തേയിലത്തോട്ടങ്ങളിൽ മെജോറിറ്റിയും. തേയിലത്തോട്ടങ്ങളുള്ള ഒരു ഏരിയ ക്രോസ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കൂടുതലായിട്ടും കോഫി പ്ലാന്റേഷനാണ് കാണാൻ പറ്റുന്നത്. ബ്രിട്ടീഷുകാർ തന്നെയാണ് കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ ഇങ്ങനെ തേയിലത്തോട്ടങ്ങളെല്ലാം കൊണ്ടുവന്നത്. സംഭവം എന്തായാലും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലുള്ള ഈ റോഡ് വഴിയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. നല്ല ശക്തി കൂടിയ കീടനാശിനികളാണ് ഈ തേയിലയിലൊക്കെ അടിക്കുന്നത്. അതുകൊണ്ട് കാണുന്ന ഭംഗി തൊടുമ്പോൾ ഉണ്ടാവില്ല. റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് തേയിലത്തോട്ടത്തിൽ കയറുന്ന ആൾക്കാർ കൈ വാഷ് ചെയ്യാൻ മറക്കരുത്. വേഴാമ്പൽ ഉൾപ്പെടെയുള്ള ബേർഡ്സിൻ്റെ ആക്ടിവിറ്റീസ് നിറയുള്ളൊരു ഏരിയയാണിത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ദേ ഇരിക്കുന്നതാണ് ചേഞ്ചബിൾ ഹോക്കികൾ. മലയാളത്തിൽ കിന്നരി പരുന്തെന്നാണ് വിളിക്കാറ്. തലയിൽ തൂവൽ വെച്ചിട്ടുള്ളൊരു കിരീടം പോലെ കാണുന്നില്ലേ, അതുള്ളത് കൊണ്ട് ക്രസ്റ്റഡ് ഹോക്കികൾ എന്നും വിളിക്കപ്പെടാറുണ്ട്. ഇതൊരു ബേർഡ് ഓഫ് പ്രേ ആണ്, അതായത് ഇരപിടിയൻ പക്ഷി. പ്രായത്തിനനുസരിച്ച് ഇവരുടെ തൂവലുകൾ പലതരത്തിലുള്ള നിറങ്ങൾ വ്യത്യാസപ്പെട്ട് കാണാറുണ്ട്. ഇത് കാരണമാണ് ചേഞ്ചബിൾ ഹോക്കികൾ എന്നുള്ള പേര് ഇവർക്ക് കിട്ടിയത്. ഏതായാലും ഈ കക്ഷി വെറുതെ നോക്കിയിരിക്കുകയായിരുന്നില്ല. ഏതോ ഒരു ജീവിയെ ഹണ്ട് ചെയ്ത് അത് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിക്കുകയാണ് ആൾ. ഏകദേശം കഴിച്ച് തീരാറായതുകൊണ്ട് എന്ത് ജീവിയാണ് കഴിക്കുന്നതെന്ന് മനസ്സിലായില്ല. പക്ഷേ അതിൻ്റെ കുളമ്പിൻ്റെ ഷേപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ മൗസ് ഡിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്, അതായത് കൂരമാൻ. മെയിൻലി ഇവർ ഇരയാക്കുന്നത് മറ്റുള്ള ചെറിയ പക്ഷികൾ, ഓന്ത്, അതുപോലെ ചെറിയ മാമൽസിനൊക്കെയാണ്. തരം കിട്ടുകയാണെങ്കിൽ ചെറിയ ലങ്കൂറിനെയോ ഡിയേഴ്സിനെയൊക്കെ തട്ടാറുണ്ട്.
വെള്ളമുള്ള പ്രദേശം ആയതുകൊണ്ട് അനിമൽസ് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ കാട്ടുപോത്തും മ്ലാവും ഒക്കെ വന്ന് വെള്ളം കുടിച്ചു പോയതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് അനിമൽസ് ഉള്ള ഒരു ഏരിയയാണിത്. അത് കാണുന്നതും കാണാതിരിക്കുന്നതും നമ്മുടെ ആ സമയത്ത് ഒരു ലക്ക് പോലെയൊക്കെ ഇരിക്കും. നമ്മൾ കാടിനെ എത്രമാത്രം സ്നേഹിക്കുന്നോ അത്രയും നല്ല കാഴ്ചകൾ കാട് നമുക്ക് സമ്മാനിക്കും എന്നാണ് പറയപ്പെടുന്നത്. അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു കാഴ്ചയാണത്. നമ്മൾ അന്വേഷിച്ചു വന്നത് വേഴാമ്പലിനെയാണ്. കണ്ടതോ ഒരു വേഴാമ്പൽ ഫാമിലിയുടെ നെസ്റ്റിംഗ് ആണ്. ഈ ആൺ വേഴാമ്പൽ കൂടിനകത്തിരിക്കുന്ന പെൺ വേഴാമ്പലിന് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് മലമുഴക്കി എന്ന് മലയാളത്തിൽ വിളിപ്പേരുള്ള ഗ്രേറ്റ് ഹോൺബിൽ. ഇന്ത്യൻ ഗ്രേറ്റ് ഹോൺബിൽ എന്നും അറിയപ്പെടാറുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് ഗ്രേറ്റ് ഹോൺബിൽ. ഹോൺബിൽ ഫാമിലിയിൽ തന്നെ ഏറ്റവും വലിയ പക്ഷികളിൽ ഒന്നാണിത്. മഞ്ഞയും കറുപ്പും വെള്ളയും എല്ലാം ചേർന്നിട്ടുള്ള ഭംഗിയുള്ള നിറമാണ് ഈ ഹോൺബിലിനുള്ളത്. വളരെ ഉച്ചത്തിലുള്ള ഇവരുടെ കോളും ചിറകടിക്കുന്ന സമയത്തുണ്ടാകുന്ന വലിയ ശബ്ദമൊക്കെയാണ് ഇവർക്ക് മലമുഴക്കി എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം. കാഴ്ചയിൽ ആണും പെണ്ണും ഒരുപോലെ ഇരിക്കുമെങ്കിലും പെൺ വേഴാമ്പലിന് ആണിനേക്കാളും വലിപ്പം അല്പം കുറവാണ്. ആൺ വേഴാമ്പലുകൾക്ക് ചുവന്ന കണ്ണും പെൺ വേഴാമ്പലുകൾക്ക് നീല കലർന്ന ഒരു വെള്ള കണ്ണുമാണുള്ളത്. കൊക്കും അതിന് മുകളിൽ കിരീടം പോലെ തോന്നിക്കുന്ന ആ ഒരു ഷേപ്പുമൊക്കെ ഉള്ളതുകൊണ്ട് മരവിത്തലച്ചി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. കാടിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസാണ് വേഴാമ്പൽ. ഇവരിലൂടെയാണ് പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ കാട് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സ്റ്റേറ്റ് ബേർഡാണ് വേഴാമ്പൽ. ഇതങ്ങനെ വെറുതെ സ്റ്റേറ്റ് ബേർഡ് ആയതല്ല, അതിന് പിന്നിൽ ഒരു റീസൺ ഉണ്ട്. വേഴാമ്പലിൻ്റെ ഫാമിലി വാല്യൂസ് തന്നെയാണ് ഇതിന് കാരണം. മോണോഗോമസ് ആയിട്ടുള്ള ഒരു സ്പീഷീസാണ് വേഴാമ്പൽ. അതായത് ഒരു ഇണ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഒരു വേഴാമ്പലിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 50 വർഷത്തോളമാണ്. ഈ ഒരു ലൈഫ് സ്പാനിൽ അവരുടെ ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും കോംപ്ലക്സും ആയിട്ടുള്ള ഒരു സംഭവം നെസ്റ്റിംഗ് ആണ്. 3 മുതൽ 4 മാസം വരെയാണ് ഇവരുടെ നെസ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. പറ്റിയൊരു മരപ്പൊത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. ആൺകിളിയാണ് ഇത് അന്വേഷിച്ചു പോകുന്നത്. അത് കണ്ടെത്തിയാൽ മാത്രം പോരാ, പെൺകിളിയുടെ അപ്രൂവലും കിട്ടണം. 50 അടിക്ക് മുകളിൽ ഹൈറ്റ് വരുന്ന വലിയ മരങ്ങളിലെ പൊത്തുകളാണ് ഇവർ മിക്കവാറും തിരഞ്ഞെടുക്കാറ്. ഒരു സ്ഥലം സേഫായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നീടുള്ള വർഷങ്ങളിലും ഇത് റീയൂസ് ചെയ്യും. നെസ്റ്റിങ്ങിനുള്ള സ്ഥലം സെലക്ട് ആയി കഴിഞ്ഞാൽ പെൺകിളി അകത്തേക്ക് കയറുക. അകത്ത് കയറിയ പെൺകിളി ഇതിൽ കാണുന്നത് പോലെ ആ കൂട് പതിയെ പതിയെ അടയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. മെയിൻലി ശത്രുക്കളാരും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഇതിനായിട്ട് മഡും അവരുടെ തന്നെ കാഷ്ടവും മരപ്പൊടിയും ഒക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. ഇതൊരു വളരെ നീണ്ട പ്രോസസ്സാണ്. ഈ സമയത്തെല്ലാം പുറത്ത് പണിയെടുക്കുന്നത് മൊത്തം ആൺകിളിയായിരിക്കും. ആൺകിളിയുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സമയാസമയം പെൺകിളിക്ക് വേണ്ട ഭക്ഷണം എത്തിക്കുക, അതുപോലെ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എത്തിക്കുക എന്നുള്ളതാണ്. ഒരു ആൺകിളി നെസ്റ്റിംഗ് സമയത്ത് 20 മുതൽ 25 തവണ ഇങ്ങനെ ഓരോ ട്രിപ്പ് പോയി വരാറുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് പോയി ആവശ്യമുള്ള ഫുഡെല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് ഓരോ സമയത്ത് കൊണ്ടു കൊടുത്തുകൊണ്ടേയിരിക്കണം. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ഈ പണി അല്പം കൂടി കൂടും. പൊതുവെ ഇവർ കാട്ടിൽ കിട്ടുന്ന പഴങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഈ നെസ്റ്റിങ്ങിൻ്റെ സമയത്ത് പ്രോട്ടീനും മറ്റുള്ള വൈറ്റമിൻസ് ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഇവർ ഓന്ത് പോലെയുള്ള ചെറിയ ജന്തുക്കളെയും ഹണ്ട് ചെയ്യാറുണ്ട്. കൂടെ ഏകദേശം സീൽ ചെയ്തതിന് ശേഷം ചെറിയൊരു വര പോലൊരു ഗ്യാപ്പ് മാത്രമാണ് ഉണ്ടാവാറ്. അതുവഴിയാണ് ആൺകിളി ഫുഡ് എത്തിക്കുന്നത്. അതുപോലെ കൂടിനകത്ത് വേസ്റ്റ് വരാതെ അത് പുറത്തേക്ക് കളയുന്നതും ഇതുവഴി തന്നെയാണ്. തൻ്റെ ഫാമിലിയുടെ സേഫ്റ്റിയും ആക്ച്വലി ആൺകിളി തന്നെയാണ് നോക്കുന്നത്. കൂടിൻ്റെ ലൊക്കേഷൻ അറിയിക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് സമയത്തേക്ക് അങ്ങോട്ട് വരാതിരിക്കാറുണ്ട്. അതുകൊണ്ടാണ് നെസ്റ്റിംഗ് സമയത്ത് വേഴാമ്പലിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. സാധാരണയായിട്ട് 1-2 മുട്ടയാണ് മലമുഴക്കി വേഴാമ്പൽ ഇടാറ്. ഈ സമയത്ത് പറക്കാൻ ആവശ്യമായിട്ടുള്ള തൂവലുകളെല്ലാം കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ആൺകിളിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകിളിയും കുഞ്ഞുങ്ങളും ആ കൂടിനകത്തിരുന്ന് തന്നെ ചത്തുപോകാറാണ് പതിവ്. പലപ്പോഴും ഓവർ എക്സോസ്റ്റഡ് ആയിട്ട് ആൺകിളികൾക്ക് ഡെത്ത് സംഭവിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ അത്യാവശ്യം വലുതായി കഴിഞ്ഞാൽ പെൺകിളി ഈ കൂടിന്റെ സീലെല്ലാം പൊളിച്ച് പുറത്തു വരും. ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങൾ അത് റീസീൽ ചെയ്ത് കുറച്ച് ദിവസം കൂടി അതിനകത്ത് സ്പെൻഡ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ആൺകിളിയും പെൺകിളിയും ഒരുപോലെ ഭക്ഷണം എത്തിക്കാറുണ്ട്.
ഫുഡിൻ്റെ ആവശ്യം അനുസരിച്ച് ചില മാമൽസിനെയും പാമ്പിനെയും ഒക്കെ മലമുഴക്കി ഹണ്ട് ചെയ്യും. ബ്രീഡിംഗ് അല്ലാത്ത സമയത്ത് വേഴാമ്പലുകൾ പൊതുവെ കൂട്ടമായിട്ടാണ് കാണപ്പെടാറ്. ഒരു ഗ്രൂപ്പിൽ ഏകദേശം 20ഓളം വേഴാമ്പലുകൾ ഉണ്ടാവാറുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെയാണ് കാരാപ്പാറ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്നത്. ഹാങ്ങിങ് ബ്രിഡ്ജിനടുത്ത് തന്നെ നല്ല പീലിയുള്ള ഒരു ആൺമയിൽ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ താഴെയാണ് കാണാറ്. ഇത്തവണ ആൾ നല്ല കൊമ്പത്താണ് കയറിയിരിക്കുന്നത്. നെല്ലിയാമ്പതിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് PVR സ്റ്റോഴ്സ് ആൻഡ് ഹോട്ടൽ, ഇവിടുത്തെ അവസാനത്തെ കട. കണക്കൊന്നും 10 പൊറോട്ട, 7 ഇഡ്ഡലി, 5 ബീഫ്, പിന്നെ 6 പരിപ്പുവട, ചായ 7 ചായ, 1 ലഡു, ഒരു മിക്സ്. അടുത്ത ദിവസം രാവിലെ കാണുന്നത് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന നെല്ലിയാമ്പതിയാണ്. ഇന്ന് ഏതായാലും അനിമൽ സൈറ്റിങ്ങോ ബേർഡ് സൈറ്റിങ്ങോ ഒക്കെ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് ആദ്യം തന്നെ മനസ്സിലായി.
കിങ് ഫിഷർ അതിന്റെ മേളിലൊന്ന് വൈത്തുണ്ട്. ഓഫ് ചെയ്താ പോരെ? സാധനം കിട്ടിയിരുന്ന അടിപൊളി ഓളമഞ്ഞല്ലേ വേഴാമ്പലൊന്നും ആയിട്ടില്ല. നോക്കാം നോക്കാം. ഇനി നമുക്ക് സൈലന്റ് ആയിട്ടിരിക്കും. പോകത്തില്ല, അത് ക്യാമറ എടുത്തു. കാട്ടുപണിയാണ് അത്ര ഹൈറ്റ്. അത് കാണാൻ ഭയങ്കര രസമാണ്. റേഷൻ കട. ഇത് വർക്കിങ്. ഇതും എടുത്ത് കേരളത്തിൽ ഈ കാണുന്ന മരം കണ്ടോ, ഇത് അത്തിപ്പഴം പഴുക്കുന്ന മരമാണ്. വേഴാമ്പലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ഒരു 50-100 വരെ ഇന്ന് ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷെ കോടമഞ്ഞ് കാരണം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫോട്ടോ. ഇത് ആ കാണുന്ന മരങ്ങളിലൊക്കെ വേഴാമ്പല. ഈ കേൾക്കുന്ന മലബാർ ഗ്രേ ഹോൺബിലിൻ്റെ സൗണ്ടാണ്. കോഴി വേഴാമ്പൽ. മലമുഴക്കിയില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇന്നലെ കണ്ടായിരുന്നു. ഇന്ന് രാവിലത്തെ ആംബിയൻസാണ്. മോനെ ഇപ്പോഴും പറക്കുന്നുണ്ട് അവിടെ. ആ മരവും താഴത്തെ ചെറിയൊരു ബിൽഡിങ്. ജീപ്പ് വരും ആണോ? ഇല്ല, മറ്റവരായിരിക്കും. എപ്പോഴും 2 പ്രാവശ്യം മിസ്സായ സ്പോട്ടാണ്. കാട്ടുണ്ടോ നോക്കിയിട്ട് ജസ്റ്റ് മിസ്സായത്. ഞാൻ പറഞ്ഞില്ലേ, ആ ബ്രിഡ്ജിൽ പോയിട്ട് ഇവിടെ ആട്ടോട്ട് വെച്ചു, ഇവിടെ കാട്ടോട്ട് വെച്ചു. ഫ്രഷ് കാട്ടും, വിത്ത് വെള്ളം. ഫസ്റ്റ് ദിവസം നമ്മൾ പോയപ്പോൾ കാട്ടുമുണ്ട്, ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അത് ചിലപ്പോൾ 1 മണിക്കൂർ അത് ഗ്യാപ്പ് ഉണ്ടാവും. ഇതൊക്കെ ഗ്യാപ്പ് ഉണ്ട്. കിട്ടിയാൽ കിട്ടും. ഒന്നും നല്ല ഇറക്കും. കയറ്റം നമ്മുടെ എന്നാ വാങ്ങത്തില്ല, ഞാൻ കണ്ട് മനസ്സിലാക്കുക. ശീലമില്ലാത്ത ഹാബിറ്ററ്റ് ആ ഒരു സംഭവം.
ഇതൊന്ന് ഓടി കളിക്കുന്നത്. കോമൺ ആയിട്ട് നാട്ടിലൊക്കെ കാണപ്പെടുന്ന ഒരു ബേർഡാണ് ബ്രാഹ്മിണി കൈറ്റ് അഥവാ കൃഷ്ണപ്പരുന്ത്. പക്ഷേ ഇങ്ങനൊരു ഫ്രെയിമിൽ രണ്ടുപേർ ഒരുമിച്ചിരിക്കുന്നത് എപ്പോഴും കിട്ടുന്ന ഒരു സൈറ്റല്ല. ഡെസേർട്ടിലും ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റുകളിലും ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബ്രാഹ്മിണി കൈറ്റ് കാണപ്പെടാറുണ്ട്. ഇതും ഒരു ബേർഡ് ഓഫ് പ്രേ ആണ്. കേരളത്തിൽ കാണപ്പെടുന്ന ബ്രാഹ്മിണി കൈറ്റ് പൊതുവെ ആഹാരമാക്കുന്നത് ഞണ്ട്, തവള, എലി, പാമ്പ്, പാറ്റ ഇതിനൊക്കെയാണ്. 50 മീറ്ററിന് മുകളിൽ ഹൈറ്റ് വരുന്ന മരങ്ങളിലാണ് ഇവർ കൂടുകൂട്ടാറ്. കാലം മാറിയപ്പോൾ ഇപ്പോൾ മൊബൈൽ ടവറിലും കൂടുകൂട്ടുന്നത് കാണപ്പെടാറുണ്ട്. മിക്കവാറും വെറ്റ്ലാൻഡ്സിന് അടുത്തായിട്ടാണ് ഇവരെ കാണാറ്. ഇതാണ് മീൻ കൂമൻ എന്ന് വിളിക്കുന്ന ബ്രൗൺ ഫിഷ് ഔൾ. ഏകദേശം ഒരു പരുന്തിൻ്റെ അത്രയും വലിപ്പമുണ്ട് ഇതിന്. ഫേസ് ആണെങ്കിൽ പൂച്ചയെ പോലെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് നീന്താനും മീൻ പിടിക്കാനും കഴിവുള്ളത് കൊണ്ടാണ് ഇവരെ ഫിഷ് ഔൾ എന്ന് വിളിക്കുന്നത്. താറാവിനൊക്കെ ഉള്ളതുപോലെ വാട്ടർ റിപ്പല്ലൻ്റ് ആയിട്ടുള്ള തൂവലുകളല്ല ഇവർക്കുള്ളത്. അതുകൊണ്ട് ഈ നീന്തുന്നത് സർവൈവലിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പ്രധാനമായിട്ടും വെറ്റ്ലാൻഡ്സിലും അല്ലെങ്കിൽ നദികളുടെയൊക്കെ അടുത്താണ് ഇവരെ കാണാറ്. മഞ്ഞ നിറത്തിലുള്ള കണ്ണും തൂവല് പോലെ തോന്നിക്കുന്ന 2 ചെവികളുമാണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഫീച്ചേഴ്സ്. സ്ലിപ്പറി ആയിട്ടുള്ള മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലെ ഡിസൈൻഡ് ആണ് ഇവരുടെ കാല്. അപ്പോൾ ഈ നെല്ലിയാമ്പതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ്. പിന്നെ ലൈക്കൊക്കെ അടിച്ചാലും സന്തോഷമുള്ളൂ കേട്ടോ. ഓക്കെ, സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വൺ. അൻറ്റിൽ ദെൻ, adios amigos.